കൊല്ലത്തെ വയോജന കേന്ദ്രത്തിലെ ലൈംഗിക പീഡനത്തിൽ വീണ്ടും കേസെടുത്ത് തെന്മല പോലീസ് 62 വയസ്സുകാരിയായ അന്തേവാസിയുടെ പരാതിയിലാണ് രണ്ടാമത്തെ കേസെടുത്തത്. പലതവണ സ്ഥാപനത്തിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് അന്തേവാസിയുടെ മൊഴിയുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും ഷമീർ അബ്ദുള്ളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഷമീർ, എന്താണ് ഈ രണ്ടാമത്തെ പരാതിയിൽ പറയുന്ന വിശദാംശങ്ങൾ? പ്രധാനമായും ഗൗതം രണ്ടുപേരാണ് ഇതിൽ പീഡനത്തിന് ഇരയായിട്ടുള്ളത്. ആദ്യ പരാതിയിൽ ഇന്നലെ തന്നെ പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. രണ്ടാമത്തെ പരാതിയിൽ അവ്യക്തത ഉള്ളത് മൂലം വീണ്ടും വിശദമായ മൊഴി ഇന്നലെ രേഖപ്പെടുത്തി. ഈ മൊഴിയിലാണ് ഈ 62കാരി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പലതവണ സ്ഥാപനത്തിൽ വെച്ച ലൈംഗിക പീഡനത്തിന് ഇരയായി, ഒപ്പം തന്നെ നിർബന്ധിച്ച് റൂമിൽ കൊണ്ടുപോയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയതെന്നും അവർ മൊഴിയിൽ പറയുന്നു. മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എന്തായാലും ഈ സംഭവം നടക്കുന്ന അടുത്ത ദിവസങ്ങളിൽ പോലും അവരെ പീഡനത്തിന് ഇരയാക്കിയെന്നവർ പറയുന്നു. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഈ 62കാരിയെ പ്രതി റൂമിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള ദൃശ്യങ്ങളുടെ ഹാർഡ് ഡിസ്ക് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ശേഖരിച്ചിരുന്നു. എന്തായാലും പ്രതി ബ്രഹ്മദാസ് അന്തേവാസികളോട് ലൈംഗികാതിക്രമം തുടങ്ങിയത് ഭാര്യയുടെ മരണശേഷമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പേരെ ഇത്തരത്തിൽ പീഡനത്തിന്, ചൂഷണത്തിന് ഇരയാക്കി എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. 2018 തുടങ്ങി ഈ സ്ഥാപനം പ്രവർത്തിച്ചത് നിയമവിരുദ്ധമായിട്ടാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ തെന്മല പോലീസ് കേസെടുത്തത് 2 വയോധികമാരുടെ പരാതിയിലാണ്. ഗൗതം, ശരി, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൂടുതൽ പരാതികൾ വന്ന സ്ഥിതിക്ക് ആ രീതിയിൽ തന്നെ കേസ് മുന്നോട്ട് പോകാനാണ് പോലീസും ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.